ഹായ് ഹലോ നമസ്കാരം. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ശ്രീ പത്മനാഭസ്വാമിയെ കുറിച്ചിട്ടുള്ള കുറച്ച് ഐതിഹ്യ കഥകളാണ് കേട്ടോ. പിക്ചർ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇന്ന് പറയാൻ പോകുന്നത് ആരെക്കുറിച്ചിട്ടാണെന്ന്. ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിക്കുന്നതും ഭഗവാനെക്കുറിച്ചുള്ള കഥകൾ വാഴ്ത്തിപ്പാടുന്നതും ഒക്കെ പുണ്യകരമായിട്ടാണ് പറയപ്പെടുന്നത്. ഭഗവത്ഗീത വായിച്ചാൽ നമുക്കറിയാവുന്നൊരു കാര്യമാണിത് കേട്ടോ. അപ്പോൾ കഥയിലേക്ക് കിടക്കാം. എനിക്കറിയുന്ന രീതിയിൽ ഞാൻ കേട്ടറിഞ്ഞതും വായിച്ചറിഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതെന്ന് ഞാൻ എല്ലാ വീഡിയോസിലും എടുത്തു പറയുന്നുണ്ട്. ഓരോ ചാനലിലും ഓരോ ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങൾ പറയുന്നത് പല രീതിയിലായിരിക്കും. അതുപോലെ ചിലപ്പോൾ ഞാൻ പറയുന്ന കഥകളിലും വ്യത്യസ്തത ഉണ്ടായിരിക്കാം. ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ഷെയർ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ കഥയിലേക്ക് കിടക്കാം നമുക്ക്. ശ്രീ വില്വമംഗല സ്വാമിയാർ ബാലഗോപാലനെ പ്രതിഷ്ഠിച്ച് ഉപാസിച്ച പുത്തൻചിറ പാറമേൽ തൃക്കോവിൽ ഭഗവാൻ അദ്ദേഹത്തിൻ്റെ കൺമുൻപിൽ തന്നെ ഉണ്ടായിരുന്നു. കണ്ണൻ്റെ വികൃതികൾ കണ്ട് വില്വമംഗലം അറിയാതെ ചെയ്തു പോയ തെറ്റ് പൊറുക്കാനാവാതെ വില്വമംഗലത്തോട് പിണങ്ങി പാറമേൽ തൃക്കോവിലിൻ്റെ പടി ഇറങ്ങിപ്പോയ ഭഗവാനെ വീണ്ടും കണ്ടുമുട്ടുന്നത് അനന്തൻകാട്ടിൽ വെച്ചാണ്. ഈ ഒരു കഥ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാവുന്നതാണ് കേട്ടോ. ഭഗവാനെ വികൃതികൾ കൂടിയപ്പോൾ വില്വമംഗല സ്വാമിയാർ ഇങ്ങനെ പുറം കൈ കൊണ്ടൊന്ന് തട്ടി എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണ് ഭഗവാൻ പിണങ്ങിപ്പോയതാണ് പറയുന്നത്. അവിടെ സ്വാമിയാർ കണ്ണൻ ചിരട്ടയിൽ നിവേദ്യമൊരുക്കി കണ്ണിമാങ്ങയും പറിച്ച് ഭഗവാനെ നിവേദിച്ച് വിശപ്പടക്കി. പിണക്കവും പരിഭവങ്ങളും ഒഴിവാക്കി ഭഗവാനും ഭക്തനും ഒന്നായിത്തീരുന്ന നിമിഷങ്ങൾ. അനന്തരം അനന്തശായിയായ ഭഗവാൻ മഹാവിഷ്ണു അനന്തൻകാട്ടിൽ വെച്ച് തനിക്ക് പ്രത്യക്ഷീഭവിച്ചിരിക്കുന്നു എന്നുള്ള വിവരം വില്വമംഗല സ്വാമിയാർ തിരുവിതാംകൂർ മഹാരാജാവിനെ അറിയിച്ചു. അക്കാലത്ത് തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം പത്മനാഭപുരമായതിനാൽ മഹാരാജാവ് കുടുംബസമേതം എഴുന്നള്ളി താമസിച്ചിരുന്നത് പത്മനാഭപുരം കൊട്ടാരത്തിലായിരുന്നു. സ്വാമിയാർക്കുണ്ടായ ദിവ്യ ദർശനത്തെക്കുറിച്ച് അറിഞ്ഞ മഹാരാജാവ് തിരുവനന്തപുരത്ത് അതിനടുത്ത സ്ഥലങ്ങളിലെ താമസക്കാരും ജനപുഷ്ടി കൊണ്ടും ധനപുഷ്ടി കൊണ്ടും പ്രബലരായ 8 മഠങ്ങളിലെ പോറ്റിമാരോടുകൂടി അനന്തൻകാട്ടിലെത്തി. ആ സ്ഥലം സന്ദർശിച്ചു. അനന്തശായിയായ മഹാവിഷ്ണുവിനെ വില്വമംഗലത്ത് സ്വാമിയാർക്ക് കാണാമായിരുന്നുവെങ്കിലും രാജാവിനും പോറ്റിമാർക്കും അതിന് കഴിഞ്ഞിരുന്നില്ല. എങ്കിലും വില്വമംഗല സ്വാമിയാരുടെ ദിവ്യശക്തിയെക്കുറിച്ച് അവർക്ക് ബോധ്യമുണ്ടായിരുന്നു. അനന്തൻകാട്ടിലെ മരങ്ങളെല്ലാം വെട്ടിമാറ്റി സ്വാമിയാർക്ക് ഭഗവത് ദർശനമുണ്ടായ ആ സ്ഥലത്ത് വലിയൊരു ക്ഷേത്രം നിർമ്മിക്കാൻ രാജാവ് കൽപ്പനയായി. 8 മഠക്കാരായ പോറ്റിമാർ ഉത്സാഹിച്ച് എത്രയും പെട്ടെന്ന് അവിടെ ഒരു ക്ഷേത്രം നിർമ്മിച്ചു. എല്ലാറ്റിനും മേൽനോട്ടം വഹിച്ചുകൊണ്ട് മഹാരാജാവും വില്വമംഗല സ്വാമിയാരും കൂടെ തന്നെ ഉണ്ടായിരുന്നു. ക്ഷേത്രം പണി കഴിഞ്ഞതിന് ശേഷം മഹാരാജാവ് 8 പോറ്റിമാരുടെയും സഹായ സഹകരണങ്ങളോടുകൂടി തന്നെ ഒരു ശുഭമുഹൂർത്തത്തിൽ യഥാവിധി പത്മനാഭസ്വാമിയെ പ്രതിഷ്ഠിച്ചു. സ്വാമിയാർക്ക് ദർശനം ലഭിച്ച അനന്തശായിയായ ശ്രീ പത്മനാഭനെ തന്നെയാണ് സ്വാമിയാർ അവിടെ പ്രതിഷ്ഠിച്ചത്. ക്ഷേത്രം പണിയും പ്രതിഷ്ഠയും കഴിഞ്ഞപ്പോൾ സ്വാമിയാരെ വിട്ടയക്കുന്നതിന് മഹാരാജാവിനും ഭഗവാനെ പിരിഞ്ഞു പോകുന്നതിൽ വില്വമംഗല സ്വാമിയാർക്കും സമ്മതം അല്ലായിരുന്നതിനാൽ ക്ഷേത്രത്തിനോട് അടുത്ത് തന്നെ പടിഞ്ഞാറോട്ട് മാറി മഹാരാജാവ് കൽപ്പിച്ച് ഒരു സ്വാമിയാർ മഠം പണി കഴിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. സ്വാമിയാർ കുറച്ചു കാലം അവിടെ താമസിക്കുകയും ചെയ്തു. ശ്രീ വില്വമംഗലം സ്വാമിയാർ അന്യന്മാരാരും ആവശ്യപ്പെടാതെ തന്നെ പതിവായ ക്ഷേത്രത്തിൽ പോയി പത്മനാഭസ്വാമിയെ സേവിക്കുകയും പുഷ്പാഞ്ജലി കഴിപ്പിക്കുകയും ചെയ്തു പോന്നു. അങ്ങനെ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ മഹാരാജാവ് പത്മനാഭസ്വാമിക്ക് വില്വമംഗല സ്വാമിയാരുടെ പുഷ്പാഞ്ജലി മുടക്കം കൂടാതെ എന്നും വേണമെന്ന് കൽപ്പിച്ച് നിശ്ചയിക്കുകയും ആ വകയ്ക്ക് സ്വാമിയാർക്ക് വിശേഷാൽ ചില പതിവുകൾ കൽപ്പിച്ച് ഏർപ്പെടുത്തുകയും ചെയ്തു. പത്മനാഭസ്വാമിക്ക് സ്വാമിയാരുടെ പുഷ്പാഞ്ജലി മുടങ്ങാതെ എന്നുമുണ്ടായിരിക്കണമെന്ന് മഹാരാജാവ് കൽപ്പിച്ച സ്ഥിതിക്ക് വല്ല കാരണവശാലും തനിക്ക് വയ്യാതെ വന്നാലും പുഷ്പാഞ്ജലി മുടങ്ങരുത് എന്ന് വിചാരിച്ച് വില്വമംഗലത്ത് സ്വാമിയാർ യോഗ്യനായ ഒരു നമ്പൂതിരിയെ കൂടി സന്യാസം കൊടുത്തു. തൻ്റെ ശിഷ്യനാക്കി. അത്യാവശ്യ സന്ദർഭങ്ങളിൽ ആ ശിഷ്യന് ശ്രീകോവിലിനകത്ത് കയറി പുഷ്പാഞ്ജലി കഴിക്കാനുള്ള അനുവാദവും കൊടുത്തു. അദ്ദേഹം മേലിൽ പുഷ്പാഞ്ജലി സ്വാമിയാർ എന്നറിയപ്പെടും. ശ്രീ പത്മനാഭസ്വാമിക്ക് ഇപ്പോഴും മുടങ്ങാതെ ഒരു സ്വാമിയാർ പുഷ്പാഞ്ജലി കഴിച്ചു വരുന്നുണ്ട്. അദ്ദേഹം ഇപ്പോഴും പുഷ്പാഞ്ജലി സ്വാമിയാർ എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്.
പുഷ്പാഞ്ജലി സ്വാമിയാർക്ക് മഹാരാജാവ് അനുവദിച്ചു കൊടുത്ത അവകാശങ്ങൾ ഇപ്പോഴും കൊടുത്തു വരുന്നുണ്ട്. ചുരുക്കത്തിൽ തിരുവനന്തപുരം പട്ടണമായി ശോഭിക്കുന്ന ആ സ്ഥലം പണ്ട് കാലത്ത് വലിയൊരു വനമായിരുന്നുവെന്നും അവിടെ അനന്തശായിയായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമുണ്ടാകാനുള്ള കാരണക്കാരൻ യതിവര്യനായ ശ്രീ വെല്ലുമംഗല സ്വാമിയാരുമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ കഥയിൽ നിന്നും നമ്മൾ ഭഗവാൻ ഒരു ഭക്തനോട് കാണിക്കുന്ന ആ ഒരു എന്താ പറയുക, സ്നേഹം, വാത്സല്യം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന സന്ദർഭങ്ങളാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയിട്ടുള്ളവർക്കറിയാം, പുഷ്പാഞ്ജലി സ്വാമിയാറെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു സ്വാമിയാറുണ്ട്. പുഷ്പാഞ്ജലി പ്രസാദം അവിടെ ഒരു സ്ഥലത്ത് തരുന്നുമുണ്ട്. നമുക്കത് ദക്ഷിണ കൊടുത്ത് നമുക്ക് മേടിക്കാവുന്നതാണ്. പത്മനാഭസ്വാമിയെ ദർശനം കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ചധികം സമയം കാത്തു നിൽക്കേണ്ടിയൊക്കെ വരും. എങ്കിലും നമുക്ക് ദർശനം ലഭിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു എന്താ പറയുക, അതിന് ഒരു മനസ്സ് നിറഞ്ഞ ഒരു അവസ്ഥയുണ്ടല്ലോ, അത് നമുക്ക് വളരെ വളരെ വലുതാണ്. അതുപോലെ തന്നെ അനന്തങ്കാട് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ക്ഷേത്രത്തിന് തൊട്ട് പിറകിൽ തന്നെ അവിടെ ഒരു നാഗരാജാവിൻ്റെ ഒരു ക്ഷേത്രമുണ്ട്. അനന്തങ്കാടെന്നാണ് അതിന് പറയുന്നത്. ഞാനൊക്കെ അവിടെയാണ് പോയി തൊഴാറ്. നാഗരാജാവ്, നാഗേശി അങ്ങനെ ആണ് അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അവിടെ നല്ല രീതിയിൽ പൂജയും കാര്യങ്ങളും ഒക്കെ നടന്നു വരുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടക്കിൽ, പടിഞ്ഞാറേ കോട്ടയെന്ന് പറയാമോ എനിക്കറിയില്ല കേട്ടോ. എന്തായാലും പടിഞ്ഞാറേ നടയിൽ കൂടി പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് ഞാൻ പോവാറ്. ഞാൻ സ്ഥിരമായിട്ട് പോകുന്ന അമ്പലമായത് കൊണ്ടിട്ട് പറഞ്ഞതാണ്. അപ്പോഴവിടെ പോയി നമ്മൾ തൊഴുത് കഴിഞ്ഞാൽ കളഹസ്തിയിൽ പോകാൻ സാധിക്കാത്തവർ ഇവിടെ വന്ന് നാഗപൂജയൊക്കെ നടത്തി കഴിഞ്ഞാൽ നമുക്ക് നാഗദോഷം തീരുമെന്നൊരു വിശ്വാസം കൂടി ഉണ്ട് കേട്ടോ. ഞാൻ പറയുന്നതല്ല, ഇതിനു മുമ്പുള്ള പൂർവികർ, അതായത് ഇതിനു മുമ്പുള്ള ആൾക്കാർ, എന്നെ കഴി അറിവും വിവരവും പിന്നെ പാണ്ഡിത്യവും ഒക്കെ ഉള്ള ആൾക്കാർ പറഞ്ഞിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ എല്ലാവർക്കും കാളഹസ്തിയിൽ പോയി രാഹുകേതു പൂജ ചെയ്യാനൊന്നും സാധിച്ചു എന്ന് വരില്ല. അങ്ങനെയുള്ളവർക്ക് നാഗദോഷം തീർക്കുന്നതിന് പരിഹാരമായിട്ട് ഈ ഒരു ക്ഷേത്രത്തിൽ പോകാവുന്നതാണ്. അവിടെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുള്ള വഴിപാടുകൾ അവിടെ ചീട്ടാക്കിയാൽ അവിടെ കൃത്യമായിട്ട് അവിടെ പുഷ്പാഞ്ജലി നടത്തി തരാറുണ്ട് കേട്ടോ. കാരണം ഞാൻ പോയി ചെയ്യുന്നത് കൊണ്ടാണ് ഞാനത് പറയുന്നത്. അതുപോലെ തന്നെ അവിടെ പാല്, മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും അവിടെ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇഷ്ട അനുസരണം മേടിക്കാം. നമ്മളെ കയ്യിലുള്ള പൈസയ്ക്ക് അനുസരിച്ച് നമുക്കതെല്ലാം മേടിച്ച് നാഗർക്ക് സമർപ്പിക്കാവുന്നതാണ്. ഞാൻ പൊതുവേ പാലാണ് മേടിച്ചിട്ട് കൊടുക്കാറ്. പാലും മഞ്ഞൾപ്പൊടിയും മേടിച്ച് കൊടുക്കാറുണ്ട്. അതപ്പോൾ തന്നെ അവിടെ അഭിഷേകം ചെയ്യാറുമുണ്ട് കേട്ടോ. ചിലപ്പോൾ ഞാൻ ചെല്ലുന്ന സമയത്ത് അഭിഷേക സമയം ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ കൊടുത്തിട്ടുള്ളപ്പോഴൊക്കെ അഭിഷേകം ചെയ്ത് കാണാറുണ്ട്. അതുകൊണ്ടിട്ട് തന്നെ നമുക്കത് കൊടുത്ത് പുഷ്പാഞ്ജലി കഴിച്ച് മേടിപ്പിക്കുമ്പം നമുക്കൊരു ഒരു മനസ്സിനൊരു സന്തോഷം ലഭിക്കാറുണ്ട് കേട്ടോ. നാഗരുടെ ദോഷം തീരാനായിട്ട് ഈ ഒരു അമ്പലത്തിൽ പോകാവുന്നതാണ്. കൂടാതെ ഭഗവാന്റെ പടിഞ്ഞാറ് ഭാഗത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന ശ്രീകൃഷ്ണ ഭഗവാനുണ്ട് കേട്ടോ. തെക്ക് വശത്ത് ശാസ്താവും സ്ഥിതി ചെയ്യുന്നുണ്ട്. അവിടെ പോയാൽ ഗുരുവായൂർ പോകുന്ന അത്രയും തന്നെ തിരക്കൊക്കെ ചില സമയങ്ങളിൽ അവിടെ ഉണ്ടാവാറുണ്ട്. എന്നാലും അത്രയും തിരക്കുണ്ടാവാറില്ല. എന്നാലും കുറേയൊക്കെ നമ്മൾ ക്യൂ നിന്നാൽ മാത്രമാണ് നമുക്ക് ഉള്ളിൽ പ്രവേശിച്ച് തൊഴാനായിട്ടൊക്കെ സാധിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് എൻ്റെ അറിവിലുള്ള പത്മനാഭസ്വാമി ക്ഷേത്രത്തിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ. ഞാൻ അവിടുത്തെ നരസിംഹമൂർത്തിയെക്കുറിച്ചുള്ള സെപ്പറേറ്റ് വീഡിയോ ചെയ്തത് കൊണ്ടാണ് നരസിംഹമൂർത്തിയെക്കുറിച്ചിട്ട് ഇതിനകത്ത് പറഞ്ഞ് ബോറടിപ്പിക്കാത്തത്. നരസിംഹമൂർത്തിയുടെ ശക്തിയെക്കുറിച്ചും അവിടെ എങ്ങനെയാണ് നരസിംഹമൂർത്തി അവിടെ വന്ന് ഉത്ഭവീഭവിച്ചതെന്നും ഒക്കെയുള്ളൊരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. എൻ്റെ വീഡിയോയിൽ കയറി കഴിഞ്ഞാൽ എൻ്റെ ചാനലിൽ കയറിയിട്ട് വീഡിയോസിൽ നോക്കിക്കഴിഞ്ഞാൽ അതും കിട്ടുന്നതാണ് കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.